ശ്രുതിയുടെ ഇളയച്ചൻ വന്നിട്ട് അച്ഛൻ ജയിലിലാണെന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു പോയതിനു ശേഷം ചന്ദ്രമതി ആകെ കലിപ്പിലാണ് കേട്ടോ. രേവതി ചായ കൊണ്ടു കൊടുക്കുന്ന സമയത്ത് ചന്ദ്രമതി ആ ചായയുടെ ഗ്ലാസ്സൊക്കെ തട്ടിക്കളയാണ് കേട്ടോ. അത്രയ്ക്കും ദേഷ്യത്തിലാണേ. എന്നാൽ ചന്ദ്രമതിയുടെ ദേഷ്യം അടക്കുകയും നമ്മുടെ രേവതി കണക്കിന് മുഖത്തടിച്ചതുപോലെ മറുപടി കൊടുക്കുന്ന എപ്പിസോഡാണ് കേട്ടോ നമ്മൾ ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത്. ഡീറ്റെയിൽ റിവ്യൂ നോക്കാം കേട്ടോ. എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണണേ. അങ്ങനെ ചന്ദ്രമതി ഹാളിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കാതെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടുകൊണ്ടാണ് അങ്ങോട്ടേക്ക് രവി വരുന്നത്. രവി പതിവ് പോലെ തന്നെ വന്നിട്ട് രേവതി വെള്ളം എടുത്തോണ്ട് വാ എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ചെന്ന് അവിടെ ഇരിക്കുകയാണ്. അപ്പോഴും ചന്ദ്രമതി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. സാരിയുടെ തലയൊക്കെ പിടിച്ച് ഇങ്ങനെ ഓരോന്നാക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. രവി ചോദിച്ചത് പ്രകാരം തന്നെ രേവതി ആണെങ്കിൽ വെള്ളം കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട്. ഇതാ അച്ഛ എന്ന് പറഞ്ഞുകൊണ്ട് രവിക്ക് വെള്ളം കൊണ്ടുവരുന്നതിന്റെ കൂടെ തന്നെ ചന്ദ്രമതിക്ക് ചായയും കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. ഇതാ അമ്മേ കോഫി എന്ന് പറഞ്ഞിട്ട് നീട്ടുന്ന സമയത്ത് നിന്റെ അടുത്ത് ഞാനിപ്പോ ചായ ചോദിച്ചോടി എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട് കേട്ടോ. അമ്മ പതിവായിട്ട് ഈ സമയത്ത് ചായ കുടിക്കുന്നതല്ലേ എന്ന് രേവതി ചോദിക്കുമ്പോഴേക്കും രേവതിയുടെ കയ്യിലുള്ള ചായയുടെ ഗ്ലാസ് അങ്ങ് തട്ടി അങ്ങ് മറിക്കുകയാണ് കേട്ടോ. നിനക്കെന്താ ചന്ദ്രേ ഭ്രാന്തായോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അതെ എനിക്ക് ഭ്രാന്താണ് എന്നിട്ടങ്ങ് ഉറഞ്ഞു തുള്ളുവാണേ. എന്താ ചന്ദ്ര നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് രവി ചോദിക്കുമ്പോൾ അതല്ലേ പറഞ്ഞത് എനിക്ക് ഭ്രാന്ത് പിടിച്ചു എന്ന്. ഇത് കേട്ട സച്ചി വരുമ്പോ ഒരുപാട് നാളത്തെ സംശയം ഇപ്പൊ മാറിയെന്ന് പറയുകയാണേ. അതേടാ ഇവിടെയുള്ള എല്ലാവരും കൊണ്ടുപോയിട്ട് നീ ഹോസ്പിറ്റലിൽ ചേർത്തോ, എന്നിട്ട് നിന്റെ ഭാര്യ നീ ഇവിടെ സുഖമായിട്ടിരുന്നോ. ഇതൊന്നും പറഞ്ഞിട്ട് ചന്ദ്രയ്ക്ക് കലി അടങ്ങുന്നില്ല കേട്ടോ. ആ കലി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് തീർക്കുന്നുണ്ട്. അതിനിടയ്ക്ക് രവി വീണ്ടും ചോദിക്കുന്നുണ്ട്, അല്ല ചന്ദ്രേ നീ എന്തിനാ ഇവിടെ കിടന്ന് നിലവിളിക്കുന്നത്. ശബ്ദം കേട്ടിട്ട് ശ്രുതി അപ്പത്തേക്ക് പുറത്തേക്ക് വരുന്നുണ്ട് കേട്ടോ. ഈ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ദേഷ്യപ്പെടാതെ എന്താ ചെയ്യേണ്ടത്. വരേണ്ട മഹാലക്ഷ്മിയെ ഒരിടത്ത് അടച്ചു വെച്ചു. ഓടിക്കൊണ്ടിരുന്ന മഹാലക്ഷ്മിയാണെന്നുണ്ടെങ്കിൽ അമ്മയുടെ വീട്ടിലേക്ക് പറഞ്ഞയച്ചു. 10 പൈസയ്ക്ക് ഗുണമില്ലാത്ത ആൾക്കാരെ ഇവിടെ നന്നായിട്ട് ആസ്വദിച്ച് ജീവിക്കുന്നു. നിനക്ക് മഹാലക്ഷ്മി എന്ന് പറയുമ്പോൾ കാശ് മാത്രമാണല്ലേ ഓർമ്മ വരുന്നത്. ഒരു വീടിന്റെ പെരുമയും ഗൗരവവും കാത്തു സൂക്ഷിക്കുന്നവളാണ് വീട്ടിലെ മഹാലക്ഷ്മി. അങ്ങനെ നോക്കുന്ന സമയത്ത് ഈ വീട്ടിലെ മഹാലക്ഷ്മി എവിടെയും പോയിട്ടില്ല. അച്ഛന്റെ സംസാരം കേട്ട് കഴിഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ ഈ വീടിന്റെ മഹാലക്ഷ്മി വീടിന്റെ മുറ്റത്ത് തന്നെ പൂക്കട വെച്ച് നടത്തുന്നുണ്ട് അല്ലേ എന്ന് ചോദിക്കുകയാണ് ഈ സച്ചി. കറക്റ്റ് അല്ലേ എന്നുള്ള കാര്യം കൂടി സച്ചി ചോദിക്കുന്നുണ്ട് കേട്ടോ. എടാ അത് നിന്റെ അമ്മയ്ക്ക് അറിയില്ലല്ലോ ചന്ദ്രേ. ഈ വീട്ടിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ട്. എന്നിട്ടും നീ വായ വെച്ച് ചുമ്മാ ഇരിക്കാണ്ട് രേവതിയെ എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ പോലും ഒരു ദിവസം പോലും അവള് ചോദിക്കാതെയോ പറയാതെയോ അവളുടെ അമ്മയുടെ വീട്ടിലേക്ക് ഇന്നേ വരെ പോയിട്ടില്ല. എന്നാ ശ്രീകാന്തിന്റെ ഭാര്യ ആ മര്യാദ നമുക്ക് തന്നില്ല. എങ്ങനെയല്ലെങ്കിലും തരുവോ. ഇവൻ ചെയ്ത പണിക്കുണ്ടല്ലോ ഏത് പെണ്ണാണെന്നുണ്ടെങ്കിലും വീടിന്റെ പടി പോലും ചവിട്ടില്ല എന്നുള്ള കാര്യം പറയാണ് കേട്ടോ ചന്ദ്ര. ഇത് കേൾക്കുമ്പോ സച്ചി കളിയാക്കുന്ന രീതിയിൽ പറയാണ് കേട്ടോ. എന്തിനാ പടി ചവിട്ടാൻ വേണ്ടി പറയുന്നത്. നേരെ വീടിന്റെ അകത്തേക്ക് കാല് വെച്ചിട്ട് വരാൻ വേണ്ടി പറ. നീ ആ ഫംഗ്ഷന് വന്നിട്ടില്ലായിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. അല്ലെങ്കിലും നിന്നെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, അച്ഛനെ പറഞ്ഞാൽ മതി എന്ന് ശ്രുതി പറയാണേ. ഞാൻ എന്താടാ ചെയ്തതെന്നുള്ള കാര്യം ശ്രുതിന്റെ അടുത്ത് രവി ചോദിക്കുമ്പോൾ അച്ഛനല്ലേ പറഞ്ഞത് ഇവൻ വരണം എന്നുള്ള കാര്യത്തെക്കുറിച്ച്. അച്ഛൻ അങ്ങനെ പറഞ്ഞിട്ടില്ലായിരുന്നെങ്കിൽ ഈ വീട് വിട്ടിട്ട് രണ്ടുപേര് പുറത്ത് പോകില്ലായിരുന്നു. അതെങ്ങനെയാണ് ഇവർക്ക് അറിയാൻ വേണ്ടി പോകുന്നത്. വർഷ എത്ര വലിയ കുടുംബത്തിൽ വരുന്ന കുട്ടിയാണ്. അവൾക്ക് എന്ത് ഗൗരവമുള്ളതാണ്. അവള് ഈ വീട് തേടി വന്ന മഹാലക്ഷ്മിയാണ്. ഇനി അവള് ഈ വീടിന്റെ പരിസരത്തേക്ക് വരില്ല എന്നുള്ള കാര്യം കൂടി പറഞ്ഞു. എന്നാ മറുവശത്താണെന്നുണ്ടെങ്കിൽ വീട് തേടി വന്ന കുബേരനെയാണെന്നുണ്ടെങ്കിൽ ജയിലിൽ പിടിച്ചടച്ചിട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ പോയി ഇരിക്കുവാണ് കേട്ടോ. ചന്ദ്രമതിയുടെ സംസാരം കേൾക്കുമ്പോൾ വീണ്ടും സച്ചി കളിയാക്കുന്നുണ്ട് കേട്ടോ പതിവ് പോലെ തന്നെ. അല്ല പൗഡർ എടുത്തി നിങ്ങളുടെ അച്ഛന്റെ പേര് കുബേരൻ എന്നാണോ, പറഞ്ഞില്ലല്ലോ എന്നുള്ള കാര്യം പറയാണേ. അതൊന്നും അല്ല എന്നുള്ള കാര്യം നമ്മുടെ ശ്രുതി പറയുന്നുണ്ട് കേട്ടോ സച്ചിയുടെ അടുത്ത്. വീട്ടിലേക്ക് വരേണ്ട നല്ല കാര്യങ്ങളൊന്നും വരുന്നില്ല. കണ്ട് അഴുക്കും അതും ഇതൊക്കെ ഇവിടെ തന്നെ ഉണ്ട് എന്നുള്ള കാര്യം ചന്ദ്രമതി പറയുമ്പോഴേക്കും രേവതിക്ക് അങ്ങ് ദേഷ്യം വരികയാണ് കേട്ടോ. അമ്മ ചുറ്റി വളഞ്ഞ് എന്നെയല്ലേ പറഞ്ഞെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അതേടി എന്ന് പറയാണേ ചന്ദ്ര. നിന്നെ തന്നെ അടി പറഞ്ഞത്. എന്താ ഇപ്പോ വർഷ ഈ വീട് വിട്ട് പോകാൻ വേണ്ടിട്ട് കാരണം നീയാണെന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തുമ്പോ ഇത് നല്ല കഥയാണല്ലോ. അവര് ദേഷ്യപ്പെട്ടു പോയതിന് ഞാൻ എന്ത് ചെയ്യാനാണ്. ഇവനെ തോണ്ടി വിട്ടിട്ട് എല്ലാം ഒപ്പിച്ചത് നീയാണ്. നീ വർഷയുടെ റൂമിലേക്ക് പോയിട്ട് ആ ചെയിൻ എടുത്തിട്ടില്ലായിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നമൊന്നും നടക്കില്ലായിരുന്നു. ഞാൻ വർഷയെ വിളിച്ചോണ്ട് വരാൻ വേണ്ടിയിട്ടല്ലേ അമ്മ ആ റൂമിലേക്ക് പോയത്. അല്ലാതെ ചെയിന് മോഷ്ടിക്കാൻ വേണ്ടി പോകുന്നത് പോലെ അമ്മയും സംസാരിക്കുകയാണോ. ആര് കണ്ടു നീ എന്തിനാ പോയത് എന്നുള്ള കാര്യം. കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ കൂടുതൽ അതിനെക്കുറിച്ച് സംസാരിക്കേണ്ട എന്ന് പറയാണ് കേട്ടോ സച്ചി. ആ മധുസൂദനും ഇതേ തെറ്റ് തന്നെയാണ് ചെയ്തത്. അതുകൊണ്ടാണ് അയാൾ മേടിച്ചത്.
എടാ, മുതിർന്നവരെ ആദ്യം മര്യാദയ്ക്ക് സംസാരിക്കാൻ വേണ്ടിയിട്ട് പഠിക്കണം എന്നുള്ള കാര്യം പറയുമ്പോൾ അയാളടുത്ത് മുതിർന്ന ആളെ പോലെ സംസാരിക്കാനും അതുപോലെ നടക്കാനും വേണ്ടി പറ ആദ്യം. മര്യാദ എന്ന് പറയുന്നത് ചോദിച്ചു മേടിക്കേണ്ടതല്ല, നമ്മുടെ ഗുണം കണ്ടിട്ട് മറ്റുള്ളവർ തരേണ്ടതാണ്. നീ ചെയ്യുന്ന പണിക്കൊന്നും ഒരിക്കലും മര്യാദ കിട്ടില്ല എന്ന് പറയണേ നമ്മുടെ ചന്ദ്ര. ഈ വീട്ടിലേക്ക് അപമാനം മാത്രമേ തേടി വരുള്ളൂ. ചന്ദ്രെ, കഴിഞ്ഞു പോയ കാര്യങ്ങളെ കുറിച്ച് നീ വീണ്ടും എന്തിനാ കുത്തിപ്പോക്കുന്നത്? ഈ വീട്ടിലുള്ളവരുടെ സമാധാനം കെടുത്താൻ വേണ്ടിയിട്ടാണോ എന്ന് ചന്ദ്രന്റെ അടുത്ത് രവി ചോദിക്കുകയാണേ. ആര്? ഞാനോ? ഈ വീട്ടില് ആര് കാരണമാണ് സമാധാനം ഇല്ലാതെ ആയെന്നുള്ള കാര്യം നിങ്ങൾക്കറിയില്ലേ? എല്ലാം നിങ്ങൾ കൊണ്ടുവന്ന മരുമകൾ കാരണമാണ്. ആരും ഇല്ലെങ്കിൽ ഇവിടെ റാണിയെ പോലെ ഒറ്റയ്ക്ക് ജീവിക്കാമെന്നാണ് അവൾ ആഗ്രഹിക്കുന്നതെന്ന് പറയുമ്പോൾ എനിക്ക് റാണിയും മന്ത്രിയും ഒന്നും ആവേണ്ട അമ്മേ. ചുമ്മാ എന്തിനാ എല്ലാത്തിനും എന്നെ തന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്? ഈ വീട്ടിൽ ഒന്നായിട്ട് സന്തോഷമായിട്ട് എല്ലാവരും ഇരിക്കണമെന്നാണ് ഞാനും ആഗ്രഹിക്കുന്നത്. ആര്? നീയാണോ എന്നുള്ള കാര്യം ചന്ദ്രമതി ചോദിക്കുകയാണേ. ചുമ്മാ നടിക്കല്ലേ, എനിക്കങ്ങനെ അഭിനയിക്കാനൊന്നും അറിയില്ല അമ്മേ. വർഷ വരാത്തത് എനിക്കും വിഷമായിട്ട് തന്നെ തോന്നിയിട്ടുണ്ട്. അത് ഞാൻ വിശ്വസിക്കണോ എന്ന് ചന്ദ്ര ചോദിക്കുകയാണേ. അവള് വന്നില്ലെങ്കിൽ നിനക്ക് സമാധാനമാണല്ലോ. ഞാൻ മാത്രമേ ഇവിടെ അത് ഓർത്ത് വിഷമിക്കുന്നുള്ളൂ എന്നുള്ള കാര്യം പറയുമ്പോ, ഓ, അമ്മ വിഷമിച്ചിട്ട് എന്താ ചെയ്തത്? വർഷയെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അമ്മ എന്താ ചെയ്തത്? ഒരു ഫോൺ കോളെങ്കിലും ചെയ്തിട്ടുണ്ടോ? എന്നാലേ ഞാൻ അങ്ങനെയല്ല, വർഷയെ നേരിട്ട് പോയിട്ട് കണ്ട് സംസാരിച്ചിട്ട് വന്നു. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ചന്ദ്രമതി ആകെ ഷോക്ക് അടിച്ചതുപോലെ നിൽക്കുവാണ് കേട്ടോ. രേവതിയുടെ വായിൽ നിന്നാണെന്നുണ്ടെങ്കിലും കൈകൊണ്ട് അടി കിട്ടിയ അതേ ഫീലാണ് ചന്ദ്രമതിക്ക്. തുടർന്ന് രവി ചോദിക്കുന്നുണ്ട്, രേവതി നീ പോയിട്ട് സംസാരിച്ചോ എന്നുള്ള കാര്യം. അതെ അച്ഛ, ഞാൻ പോയിട്ട് സംസാരിച്ചു. വർഷ വീട്ടിലേക്ക് വരാത്തത് എനിക്ക് മനസ്സിന് ഭയങ്കരമായിട്ട് വിഷമായി. അതുകൊണ്ടാണ് അച്ഛ ഞാൻ അവരെ നേരിട്ട് പോയിട്ട് കണ്ട് സംസാരിച്ചിട്ട് വീട്ടിലേക്ക് വരാൻ വേണ്ടി പറഞ്ഞു. മണ്ഡപത്തിൽ എന്താ നടന്നതെന്നുള്ള കാര്യം ഞാൻ അവളെ പറഞ്ഞ് മനസ്സിലാക്കി. ഉറപ്പായിട്ടും അതിനെക്കുറിച്ചൊക്കെ ചിന്തിച്ചിട്ട് വർഷ തിരികെ വീട്ടിലേക്ക് തന്നെ വരും. ഇതെല്ലാം കേൾക്കുമ്പോൾ ശരിക്കും ചന്ദ്രമതിയുടെ വായിൽ പ്ലാസ്റ്റർ ഇട്ട് ഒട്ടിച്ച അവസ്ഥയാണ്. ഒന്നും മിണ്ടാൻ പറ്റില്ലല്ലോ. തുടർന്ന് രവി പറയുന്നുണ്ടല്ലോ, കേട്ടില്ലേ ചന്ദ്രേ, നീ വെറുതെ ഇവിടെ കിടന്ന് തുള്ളാന്നല്ലാതെ എന്താ ചെയ്തത്? എന്നാ രേവതി പക്വതയോട് കൂടി പോയിട്ട് അവരെ കണ്ട് സംസാരിച്ചു. ഇതാണ് കുടുംബത്തിനോടുള്ള സ്നേഹം. ഇനിയിപ്പോ വേറെ ഒന്നും പറയാൻ പറ്റാത്തതുകൊണ്ട് ചന്ദ്ര പറയുന്നത്, ഇവളിനിപ്പോ അവിടെ പോയിട്ട് എന്താണാവോ സംസാരിച്ചതെന്ന് ആർക്കറിയാം. ഇത് കേൾക്കുമ്പോൾ രവി പറയുന്നുണ്ട് കേട്ടോ, നിന്നെയൊന്നും ഒരു കാലത്തും ചന്ദ്ര തിരുത്താൻ വേണ്ടി പറ്റില്ല.